നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പൂർണ്ണമായും ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞൊന്നും തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. വെടിനിർത്തൽ ചർച്ചകളെ ഹമാസ് ഉത്തരവാദിത്തോടെ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നും തങ്ങളുടെ ജനങ്ങളുടെ ത്യാഗങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ നേട്ടങ്ങളെയും നിസ്സാരമായി കാണരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണം തടയാനും അന്യായമായ ഉപരോധം അവസാനിപ്പിക്കാനും ഗാസയിലേക്ക് സഹായം അനുവദിക്കാനും താമസ സ്ഥലങ്ങളുടേത് ഉൾപ്പെടെ പുനർനിർമ്മാണം ആരംഭിക്കാനും മധ്യസ്ഥരുമായി സഹകരിച്ച് ഹമാസ് എല്ലായ്പ്പോഴും നല്ല മനോഭാവത്തോടെയും ഉത്തരവാദിത്തോടെയുമാണ് പ്രതികരിച്ചിട്ടുള്ളതെന്നും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹമാസ് അങ്ങേറ്റം വഴക്കം കാണിച്ചിട്ടുണ്ടെന്നും ഹനിയ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ബോധപൂർവ്വം തുടർച്ചയായി തന്ത്രങ്ങൾ മെനയുകയും ഫലസ്തീനികളെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും അവഗണിക്കുകയുമാണ്. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശ സൈനികരെ പിൻവലിക്കാൻ, ഗാസയിലെ അന്യായമായ ഉപരോധം നീക്കൽ, ഇസ്രായേൽ ആക്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അഭയാർത്ഥികൾക്കും ഭവനരഹിതരായ ഫലസ്തീനികൾക്കും സുരക്ഷയും താമസവും ഒരുക്കൽ എന്നിവയെല്ലാം തങ്ങളുടെ ആവശ്യമാണ്. ഗാസയുടെ വടക്ക് ഭാഗത്തു നിന്ന് ഒഴിഞ്ഞുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിലും അവിടുത്തെ പുനർനിർമ്മാണത്തിലും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ മനഃപൂർവ്വം നടത്തുന്ന പട്ടിണി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹനിയ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പിടികൂടി തടവിലാക്കിയവരെ മോചിപ്പിക്കലും തങ്ങളുടെ ലക്ഷ്യമാണ്. ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിന് എതിരാണ്. അവരെ ഇസ്രായേൽ അനുസരിക്കണം. അധിനിവേശ സേന തങ്ങളുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന രക്തച്ചൊരിച്ചിൽ തടയാൻ ഹമാസ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഹനിയ ഊന്നി പറഞ്ഞു. അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. വടക്കൻ ഗാസയിൽ സഹായം ലഭ്യമായില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസും നിലപാടെടുത്തു. ലക്ഷങ്ങൾ അധിവസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വൻ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് G7 രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. വിയോജിപ്പുകളെ തുടർന്ന് ചർച്ചകൾക്ക് തിരിച്ചടിയേറ്റെങ്കിലും വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് ഖത്തർ അറിയിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ നീക്കങ്ങളും ഊർജിതമായി തുടരുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. അതേസമയം 134-ാം ദിവസവും ഇസ്രായേൽ ഗാസയിലെ ആക്രമണം തുടരുകയാണ്. ഒക്ടോബർ 7-ന് ശേഷം കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 28,858 ഉയർന്നു. 68,667 പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിലെ അധിനിവേശ സേന ഗാസയിലെ കുടുംബങ്ങൾക്ക് നേരെ 9 കൂട്ടക്കൊലകളാണ് നടത്തിയത്. 83 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 125 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് 2503 കൂട്ടക്കൊലകളാണെന്ന് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു. ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത ഫലസ്തീനികളുടെ എണ്ണം 35,775 ആയതായും സർക്കാർ അറിയിച്ചു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ അധികം പേര് മരിച്ചതായി കണക്കാക്കുന്നതായും അധികൃതർ അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റു സഹായങ്ങളും എത്തുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ബോധപൂർവ്വം തടയുന്നതായാണ് റിപ്പോർട്ട്. റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമാണ് ഇസ്രായേൽ നേരെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.